നിയമസഭയിലേക്ക് പോവുകയാണ്. അവിടെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടരും. നിങ്ങളുടെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്നു 600 രൂപ വെച്ച്. ഇപ്പൊ 64 ലക്ഷം കുടുംബങ്ങൾ കൊടുക്കുകയാണ്. അതെ, 1600 രൂപയാണ് ഇപ്പൊ പെൻഷൻ തുക. 2 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. പക്ഷെ പെൻഷൻ കൊടുക്കാതിരിക്കുകയല്ല, നിങ്ങൾ 18 മാസമാണ് കുടിശ്ശിക വരുത്തിയത്. അതിനെ സംബന്ധിച്ച് ഒരു കണക്കും ഒരു ഉത്തരവും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. സർ, 2014 4 മാസം, 2015 1 വർഷം, 2016 വീണ്ടും 2 മാസം. ആ നിലയിലാണ് UDFന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക വരുത്തിയത്. ആ ഒരു പ്രതിസന്ധി ഇന്ന് കേരളം അനുഭവിക്കുന്നില്ല. പിന്നെ ചില ആളുകളെല്ലാം ഇങ്ങനെ വലിച്ചിഴച്ച് കുത്തിപ്പൊക്കി ആദ്യം നിങ്ങൾ കൊണ്ടുനടക്കും, പിന്നെ BJP ഏറ്റെടുക്കും. അതല്ലേ നടക്കുന്നത്. ഇവിടെ ആ യാഥാർത്ഥ്യങ്ങളെ കാണാതെ മുമ്പോട്ട് പോകരുത്. അതുപോലെ തന്നെ ലൈഫിന്റെ കാര്യം എടുത്താൽ 4 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ടെന്നാണ്. എല്ലാ ഭവന നിർമ്മാണ പദ്ധതിയും കൂടി ഏകീകരിച്ചുകൊണ്ടാണ് ലൈഫ് തുടങ്ങിയത്. 5 ലക്ഷം വീട് ലൈഫ് തുടങ്ങിയത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കുമേലും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തിനെതിരായുമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ചർച്ച പുരോഗമിക്കുന്നു.